നമുക്ക് കണ്ണൂരിലേക്ക് പോകണം. ഒരു വാർത്ത വരുന്നു. പണയ സ്വർണം വിൽപ്പന നടത്താമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ്. പലതരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. ഇത് കാലങ്ങളായി പലയിടങ്ങളിലും നടക്കുന്ന തട്ടിപ്പാണ് ഈ പണയ സ്വർണത്തിന്റെ പേരിൽ. ഇപ്പോഴത്തെ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് കണ്ണൂർ ഇരിക്കൂറിൽ നടന്നിരിക്കുന്നത്. അവിടെ ജ്വല്ലറി ഉടമയിൽ നിന്ന് 6.25 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും പണം തന്നാൽ സ്വർണം എടുത്ത് നൽകാമെന്നും പ്രതി ജ്വല്ലറി ഉടമയായ ഹബീബ് റഹീമിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു. ബാങ്കിന് മുന്നിൽ വെച്ച് പണം കൈമാറിയപ്പോൾ സുഹൃത്തിനൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച 11 മണിക്ക് ബാങ്കിലേക്ക് ഞാൻ വരാം, 5.5 ലക്ഷം രൂപേൻ്റെ ഗോൾഡ് പണയം വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത്. പിന്നെ തിങ്കളാഴ്ച 11 മണിക്ക് ഞാൻ അവിടെ ബാങ്കിൽ പോയി. ബാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ കാർ വെച്ചു. കക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ കക്ഷി പറഞ്ഞു, എൻ്റെ ഭാര്യൻ്റെ ഉമ്മ ബാങ്കിൻ്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് ബാങ്കിൻ്റെ അകത്ത് കയറരുത്. ആ ഭാര്യൻ്റെ ഉമ്മക്ക് 1,25,000 കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യൻ്റെ ഉമ്മ പോകും. 72 ഗ്രാം സ്വർണ്ണമാണ് ഉള്ളതെന്ന് പറഞ്ഞത്. അതിൽ 4 ഗ്രാമിൻ്റെ സ്വർണ്ണം എൻ്റെ മകൾ തന്നു, അത് ഞാൻ തിരിച്ചു കൊടുക്കും. ഇങ്ങനെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഞാൻ ക്യാഷ് കൊടുത്തത്. കൊടുക്കുമ്പോൾ അവൻ വന്ന കാറും ചാവിയും അവിടെ ഉണ്ടായിരുന്നു. പരിചയമൊന്നുമില്ല. ഇങ്ങനെ സുഹൃത്തുണ്ടായിരുന്നു, മുമ്പ് നമ്മളെ കസ്റ്റമറായിരുന്നു. ആ കസ്റ്റമറുടെ പേര് പറഞ്ഞു, അവൻ മുഖാന്തരം എന്നെ ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞു. ബാങ്കാർ ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ചാടി പോകുന്നതും പുറകു വശത്ത് ഒരു ബൈക്കിൽ റെഡിയായി വെക്കുന്നുണ്ട്. ബൈക്ക് കയറി പോകുന്നതും എല്ലാം CCTV ക്യാമറ കാണുന്നുണ്ട്. അഭിജിത്ത്, പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രക്ഷപ്പെടൽ എന്നതാണ് നമ്മെ ഞെട്ടിക്കുന്നതല്ലേ? 1ഉം 2ഉം അല്ല, 6.5 ലക്ഷമാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തിരിക്കുന്നത്. അതേ വിനീത, പട്ടാപ്പകൽ നടന്ന ഒരു മോഷണം, അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് മുൻപിലുണ്ട്. ഹബീബ് റഹീം ഒരു ജ്വല്ലറി ഉടമയാണ്. ഒരു സുഹൃത്ത് വഴിയാണ് ഒരു ഫോൺ കോൾ കഴിഞ്ഞ ദിവസം ഹബീബ് റഹീമിന് വരുന്നത്. തൻ്റെ സ്വർണം ഈ മുല്ലക്കൊടി ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നൽകാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പണം തന്നാൽ മതി എന്നുള്ളതായിരുന്നു ഹബീബ് റഹീമിന് വന്ന ഒരു വാഗ്ദാനം. സ്വർണ്ണ വ്യാപാരിയാണ് ഹബീബ് റഹീം, അതുകൊണ്ട് തന്നെ ഈ വിളിച്ചയാളുടെ വാക്കുകൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇയാൾ തിങ്കളാഴ്ച രാവിലെയോടുകൂടി ഈ ബാങ്കിന് മുന്നിലേക്ക് എത്തുകയാണ്. കൊളച്ചേരി മുക്കിലുള്ള മുല്ലക്കൊടി സർവീസ് സഹകരണ ബാങ്കിന്റെ മുന്നിലേക്കാണ് ഹബീബ് റഹീം എത്തുന്നത്. പിന്നാലെ തന്റെ കാറിൽ ഈ ഫോണിൽ വിളിച്ചയാളും എത്തുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ഹബീബ് റഹീമിന്റെ കയ്യിൽ നിന്ന് 6,75,000 രൂപ ഈ പ്രതി വാങ്ങുകയാണ്. ശേഷം ബാങ്കിന് സമീപത്തേക്ക് നടന്നു പോകുന്നു. ഹബീബ് റഹീമിനോട് ഇയാൾ പറയുന്നുണ്ട്, ബാങ്കിൽ തന്റെ ഭാര്യയുണ്ട്, ഭാര്യ മറ്റ് ഇടപാടുകളൊക്കെ നടത്തുകയാണ്, നിങ്ങൾ അല്പം കാത്തിരിക്കണം, ഈ പണം ഞാൻ അവിടെ ബാങ്കിൽ കൊടുത്ത് അവിടെ നിന്ന് ഈ സ്വർണം തിരികെ വാങ്ങി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം എന്നുള്ളതായിരുന്നു ഈ പ്രതി ഹബീബ് റഹീമിനോട് പറഞ്ഞത്. അങ്ങനെ ഹബീബ് റഹീം കാത്തിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ പണവുമായി ഇയാൾ ഓടുന്നത്. അത് ഈ ഹബീബ് റഹീമിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഹബീബ് റഹീമിന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ശേഷം അയാൾ നേരെ ബാങ്കിനകത്തേക്ക് കയറുന്നു. അവിടെ ബാങ്ക് അധികൃതരുമായി സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ പണയം വെച്ചിട്ടില്ല, അങ്ങനെ ഒരു ഇടപാട് നടത്താനുള്ള തീരുമാനത്തിലും എത്തിയിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ താൻ പറ്റിക്കപ്പെട്ടു എന്ന് ഹബീബ് റഹീം മനസ്സിലാവുകയും അങ്ങനെ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. ഏതായാലും ഇയാൾ തന്റെ ഒരു സുഹൃത്തിനൊപ്പമാണ് ഈ പ്രതി രക്ഷപ്പെട്ടിട്ടുള്ളത് വിനീത. അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതായത് ഒരു ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു മോഷണം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നിലവിൽ മയ്യിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെയാണ് കേസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയുമാണ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. നൈസായിട്ട് അങ്ങ് പറ്റിച്ച് കടന്നു കളഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതാണ്. പക്ഷെ ഏതായാലും ഇതിലിപ്പോൾ അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിനൊക്കെ കൂടുതൽ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജാഗ്രത.